ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും മന്നിയും കൂടി കല്ലുവാതിക്കൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണേ. സമയം വൈകുന്നേരമാണ്. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറ് കഴിഞ്ഞു പോയി. അപ്പോൾ അത്താഴത്തിന് ഇനി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും വിചാരിച്ചു നമുക്കൊന്ന് കല്ലുവാതിക്കൽ പോകാമെന്ന്. പോകുന്ന വഴിക്ക് കല്ലുവാതിക്കൽ ഇറങ്ങി നമ്മളൊരു ഫാൻസി കടയിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പൊട്ട്, കൺമഷി അങ്ങനെയുള്ളതൊക്കെ തീർന്നു പോയി. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് മന്നിക്ക് മിഠായി വേണമെന്ന് പറഞ്ഞാൽ മിഠായി വാങ്ങി നേരെ നമ്മൾ കല്ലുവാതിക്കലുള്ള മില്ലിലേക്ക് പോയി. ഇവിടെ നല്ല ഇടിയപ്പപ്പൊടി കിട്ടും കേട്ടോ. റോസ് അരിയുടെ പൊടിയാണെങ്കിലും വെള്ള അരി പൊടിയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൊടി കിട്ടും. അങ്ങനെ അതും വാങ്ങിയിട്ട് നേരെ നമ്മൾ സ്ഥിരം ഷോപ്പിംഗ് മാൾ സഹാറ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി. നമുക്ക് അത്താഴത്തിനുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ, അത്താഴം ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പർച്ചേസർ ഉണ്ടായിരുന്നു. നാളെ വിഷുവാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ കണി ഒരുക്കാനുള്ള സാധനങ്ങളെല്ലാം വന്ന് മറിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നാളെ വന്ന് വാങ്ങാമെന്ന് കരുതി, വൈകുന്നേരം വന്ന് വാങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങി ബില്ലൊക്കെ ചെയ്ത് പുറത്തിറങ്ങി. ഇപ്പം എന്തായാലും എൻ്റെ സാരഥി കൂടെ ഉള്ളതുകൊണ്ട് മൊത്തം ഇതിനകത്താണ് കേട്ടോ കറക്കാൻ. ഇപ്പോൾ ലോഡ് വെച്ച് മന്നിയും കൂടെ ഇരുത്തിയാണ് അങ്ങ് കറങ്ങാൻ പോകുന്നത്. അപ്പോൾ മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു, സവാള വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ പിള്ളേർക്ക് കുറച്ച് ജ്യൂസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം വണ്ടിയിൽ വെച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് അങ്ങ് യാത്രയായി. ചെന്നിട്ടുണ്ടാക്കാനുള്ള പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ഇവിടെ എല്ലാവർക്കും ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്താഴത്തിനൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് കഴിച്ചോളൂ എല്ലാവരും. അങ്ങനെ ഞാൻ എന്തായാലും മാവൊക്കെ വാങ്ങിയിട്ട് വന്നത് കുഴച്ച് നനച്ച് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ മുട്ട വാങ്ങിയത് ഞാൻ 10-20 മുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സഹാറയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. അപ്പോൾ അതിൽ നിന്ന് ആവശ്യമുള്ള ഒരു 7 മുട്ട എടുത്ത് പുഴുങ്ങാനായിട്ട് കുക്കറിലിട്ടങ്ങ് വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ വെള്ളം തിളപ്പിക്കാനൂടെ അങ്ങ് വയ്ക്കുവാണേ. അങ്ങനെ മുട്ടയും വെച്ചു. നമ്മുടെ മാവ് നനയ്ക്കാനുള്ള വെള്ളം ചൂടാക്കാനും ഉപ്പിട്ട് അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി അതിങ്ങനെ കുഴച്ചെടുക്കണം. കൈ വയ്യാത്തതുകൊണ്ട് എനിക്ക് ഏറ്റവും പാടുള്ള പണി ഇതാണ് കേട്ടോ. പിന്നെ കയ്യിൽ ബെൽറ്റൊക്കെ ഇട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഞാനതങ്ങ് ചെയ്യും. ആ ഒരു പരുവ് ഒന്ന് കറക്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ കുഴച്ച് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അത് മാവ് ഇങ്ങനെ വീഴ്ത്തി ആ ഇടിയപ്പത്തിന് തട്ടിലാക്കി വെക്കുന്നത് മഞ്ഞേ ചെയ്തോളും. അപ്പോൾ അതുവരെ ഒന്ന് സഹായിച്ചാൽ മതി. പിന്നെ സവാള അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കണ്ണ് നേറിയപ്പോൾ എനിക്ക് ബാലമോളം എടുത്തുകൊണ്ട് തന്നതാണ് ഹെൽമെറ്റ്. അമ്മ ഹെൽമെറ്റ് ഇട്ട് അരിഞ്ഞു, ഏതോ റീൽസിലുള്ള കണ്ടതാണ്. അങ്ങനെ അതിട്ടരിഞ്ഞപ്പോൾ എന്തായാലും കണ്ണ് നീർന്നില്ലായിരുന്നു. പിന്നെ ഇടിയപ്പം എല്ലാം റെഡിയാക്കി. അതിൻ്റെ കൂട്ടത്തിൽ മുട്ടക്കറിക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ചിട്ട് കേട്ടോ. അതിൽ അലങ്കാരങ്ങളൊന്നും വേണ്ട, എല്ലാം ഒരുമിച്ച് കിടന്നങ്ങ് വെന്തോട്ടെ എന്ന് കരുതി അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് വഴറ്റി നന്നായിട്ട് നമ്മുടെ മുട്ടക്കറി റെഡിയാക്കി. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇടിയപ്പത്തിൻ്റെ ഒരു തട്ട് ഇഡ്ഡലി കുട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് മഞ്ഞ ഇങ്ങനെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ചടപടയെ ഞാൻ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇടിയപ്പം ഒരു തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇരുട്ടി കേട്ടോ, രാത്രി സമയമായി. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയിരുന്നു കടയിലേക്ക് പോയപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും പിന്നെ രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ടാവാം കുളിയും ഒരുക്കങ്ങളും എല്ലാം ഫ്രഷ് ആവുന്നത് പിന്നെ ആവുമെന്ന് കരുതി. കാരണം കുക്ക് ചെയ്ത് ഒന്നാമത് ചൂടല്ലേ, കുക്ക് ചെയ്ത് കഴിയുമ്പോൾ വിയർത്തൊലിക്കും. പിന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം ഒതുക്കിയ ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മുട്ടക്കറി എല്ലാം റെഡി ആവുകയാണേ. അപ്പം നല്ല എരിവൊക്കെ കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, നല്ല ഇരുട്ടായി ഞാൻ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും. അപ്പോൾ ഞാൻ എരിവ് കുറച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇടുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള എരിവായി. അങ്ങനെ നല്ല മസാലയൊക്കെ ഇട്ട് നല്ല കിടിലൻ മുട്ടക്കറി റെഡിയായി. പിന്നെ മുട്ടയെല്ലാം പൊളിച്ച് അതിനകത്തേക്ക് ഇട്ട്. ഇവിടെ ഇടിയപ്പം മുട്ടക്കറി മക്കളുടെ എല്ലാം ഫേവറേറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ കഴിച്ചോളും. ഏത് ഫുഡ് ഉണ്ടാക്കിയാലും ഏറ്റവും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഉണ്ടാക്കണമെന്നുള്ളതാണ് എൻ്റെ ചിന്ത കേട്ടോ. മക്കളായാലും വീട്ടിലുള്ളവരായാലും കഴിക്കണം. അപ്പോൾ അങ്ങനെ രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും കഴിക്കുന്ന കാണുന്നത് ഒരു സന്തോഷമാണ്. അങ്ങനെ എന്തായാലും നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയായി. ടേസ്റ്റ് നോക്കി സൂപ്പറാണ് കേട്ടോ. പിന്നെ ഞാൻ ഇടിയപ്പമൊക്കെ എടുത്ത് പാത്രത്തിലിട്ട് കാസറോളിലിട്ട് വെച്ചേ. അപ്പോൾ നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ് കേട്ടോ. ഞങ്ങൾ വർഷങ്ങളായി ഞങ്ങളുടെ മില്ലിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടി വെച്ചിട്ടാണ് ഇടിയപ്പവും പുട്ടുമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം മക്കൾക്ക് എന്തായിരിക്കും രണ്ടുപേരും കുളിച്ച് റെഡിയായി അത്താഴം കൊടുത്ത് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാനും പിന്നെ പോയി കുളിച്ച് റെഡിയായിട്ട് വന്നു. എൻ്റെ പങ്ക് ഇടിയപ്പം ഒരു 4 ഇടിയപ്പം മുട്ടക്കറി എടുത്ത് ഞാനും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചടപട ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ അത്താഴവും കഴിഞ്ഞ് ഈ ദിവസവും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.